നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പേരറിയാതെ നാടറിയാതെ എന്നെ പ്രണയം കൊണ്ട് കീഴടക്കിയ ആ പെണ്ണ്, എന്റെ മനസ്സിലെ പ്രണയം മുഴുവൻ ഞാൻ സമർപ്പിച്ച ആ പെണ്ണ്. പ്രണയം എന്ന വാക്കിന് അല്പമെങ്കിലും മാന്യത സംയുക്ത കൽപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിലെ പ്രണയം തകർക്കാൻ സംയുക്ത ശ്രമിക്കരുത്. അതെന്റെ മനസ്സിൽ നിന്നും ആയില്ല. കാര്യം എന്താന്ന് പറഞ്ഞിട്ടേച്ചി. കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ വാ, നമുക്കിറങ്ങാം. സാറയെ നമ്മൾ ക്ഷണിക്കുന്നുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? സാറേച്ചി നമ്മുടെ സ്വന്തം ആളല്ലേ? അല്ല, അന്ന് പ്രശ്നം ഉണ്ടായതിനു ശേഷം സാറ നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ. അതൊക്കെ സാറേച്ചി മറന്നു കാണുന്നേ. സാറേച്ചി ക്ഷണിച്ചില്ലെങ്കിലേ അമ്മ നമ്മളെ ചീത്ത പറയുവേ. എന്നാലും ഒന്നുകൂടി ചോദിച്ചിട്ട് പോരെ? ചോദിക്കാനൊന്നുമില്ല, നമ്മൾ വിളിക്കുന്നു. പിന്നെ അന്നത്തെ വഴക്കിന്റെ കാര്യം, അമ്മ എത്രയോ പ്രാവശ്യം സാറേച്ചി ചീത്ത വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ? സാറേച്ചിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടായ അമ്മ നല്ല ബഹളം ഉണ്ടാക്കും. അത് സ്വന്തം മോളെ പോലെ കരുതി ചെയ്യുന്നതാണെന്ന് സാറേച്ചിക്കും അറിയാം. അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തായാലും നമ്മൾ വിളിക്കുന്നുണ്ട്. വരുന്നതോ വരാത്തതോ ഒക്കെ സാറേച്ചിയുടെ ഇഷ്ടം. എന്നെ കൂടെ കൺഫ്യൂഷൻ ആക്കാതിങ്ങ് വന്നേ. വാ. നാശം, ആ പച്ചക്കറി എല്ലാം കൂടെ എടുത്തിട്ട് എന്റെ കൈയാകെ ചൊറിയ. എന്നിട്ടെന്തെങ്കിലും ഗുണമുണ്ടായോ? അതുമില്ല. വീണ, ഉച്ചയ്ക്ക് വേറെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്താലോ? താൻ എനിക്കൊന്ന് പറഞ്ഞു തന്നാ മതി, ഞാൻ പഠിച്ചു ചെയ്തോളാം. ഭക്ഷണത്തിൽ തൊട്ടുള്ള കളി ഇനി വേണ്ട. ഹരിയേട്ടന്റെ മനസ്സ് കീഴടക്കണമെങ്കിൽ ഹരിയേട്ടൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവണല്ലോ. മാഡം ഒരു നേരം കൂടി ഭക്ഷണം വെച്ചാ ഹരിയേട്ടൻ ഈ നാട് തന്നെ ഉപേക്ഷിച്ച് പോയി കളയും. വീണ, പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഹരി എന്നോട് നല്ല രീതിയിൽ പെരുമാറ്. ഇനി എന്താ മാർഗം? അതെ, ഹരിയേട്ടന് പ്രാണനെ പോലെ ഇഷ്ടമുള്ള വേറൊരു കാര്യമുണ്ട്. എന്താ അത്? പുസ്തകങ്ങള്. ഒരു കണക്കിന് പറഞ്ഞ ഹരിയേട്ടൻ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടാനാ. ഓ, മാഡത്തിന് എങ്ങനെയാ, വായനാശീലം വല്ലതുണ്ടോ? ഓ, അതൊന്നും എനിക്ക് വഴങ്ങുന്ന കാര്യങ്ങളല്ല. ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിച്ചു തുടങ്ങിയാലേ ആ പേജ് പകുതി ആവുന്നതിന് മുമ്പ് ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ വെറുതെ എന്തിനെങ്ങനെ വായിച്ചു കൂട്ടുന്നേ? ആ നേരം കൊണ്ട് വേറെന്തെങ്കിലും ജോലി എടുത്തൂടെ? അതെ, ഈ പറയുന്നത് ഹരിയേട്ടൻ കേക്കണ്ട. ഇവിടെ നല്ല ബഹളം തന്നെ നടക്കും. മുമ്പൊരിക്കല് ഹരിയേട്ടന്റെ മുറിയിലിരുന്ന പുസ്തകം അബദ്ധത്തിൽ എന്റെ കയ്യിൽ നിന്ന് കീറിപ്പോയി. അന്നിവിടെ എന്തായിരുന്നു അറിയോ കോലാഹലം. അത്രക്കിഷ്ടാണോ ഹരിക്ക് പുസ്തകങ്ങള്? അതല്ലേ ഞാൻ പറഞ്ഞത്, പ്രാണനെ പോലെയാണെന്ന്. പുസ്തകങ്ങളെ സമ്മാനം കൊടുക്കുക, വായിക്കുന്ന പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക, എത്ര നേരം വേണമെങ്കിലും ഹരിയേട്ടൻ മുമ്പിൽ ഇരുന്ന് തരും. അതിനിപ്പോ ഞാൻ വായിച്ചു തുടങ്ങണോ? വേണ്ടി വരും. ഓ മൈ ഗോഡ്. നോക്ക്, കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഹരിയേട്ടനെ പോലെ ഒരാളുടെ മനസ്സിൽ കയറി പറ്റണമെങ്കിൽ. പിന്നെ ഞാനെന്തിനാ ഇങ്ങനെ കൂടെ നിൽക്കുന്നതെന്നറിയോ? അങ്ങനെ ഒരു തീരുമാനം എടുത്താ എനിക്കും എന്റെ ജീവിതത്തിൽ ചില വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാം. പിന്നെ അച്ഛൻ പോലെ എന്നെ ചോദ്യം ചെയ്യില്ല. ഇതുകൂടി ഒന്ന് ചെയ്തു നോക്കാം. ആദ്യം കുറെ പുസ്തകങ്ങൾ വാങ്ങണം. ഇങ്ങോട്ട് വാ നിത്യേച്ചി, നടക്ക്. വാ, ഇവിടെ ഇരിക്കെ. എന്താ നിത്യ, ഇരിക്കേച്ചി. എന്തോ ഒരു വിശേഷം ഉണ്ടല്ലോ. അല്ലെങ്കിൽ രണ്ടുപേരും ഇങ്ങനെ വരില്ലല്ലോ. വിശേഷമുണ്ട്. അച്ഛന്റെ അമ്മയുടെയും വിവാഹ വാർഷികം. ഓ, നാളെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിന് സാറിയെ ക്ഷണിക്കാൻ വന്നതാ. സാറേച്ചിക്ക് മാത്രമേ ഉള്ളൂ ക്ഷണം? അല്ല,
മനു എന്തായാലും വരണം. ഫംഗ്ഷന് വിളിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഈ വിളി ആര് തീരുമാനിച്ചതാ നിത്യ? നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചതാണോ അതോ നിത്യ തനിച്ചോ? ഞാൻ തനിച്ചെന്ത് തീരുമാനം എടുക്കാനാ? അമ്മയാണ് ഞങ്ങളെ രണ്ടുപേരെയും പറഞ്ഞു വിട്ടത്. എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ജീവൻ ഒന്നും പറഞ്ഞില്ലേ? സാറേച്ചി കഴിഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത്. ഏട്ടന്റെ കാര്യങ്ങളൊക്കെ സാറേച്ചിക്ക് അറിയാലോ. അറിയാം. സാറയ്ക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നല്ലേ? സാമ്പത്തിക നഷ്ടം അത് ഞാൻ കാര്യാക്കുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉറക്ക വിളിച്ചാ ഓടിയെത്തേണ്ടവര് ഇങ്ങനെ പെരുമാറുമ്പോ പെട്ടെന്നത് മനസ്സിൽ നിന്ന് പോവാൻ പാടാ. സോറി, അമ്മയ്ക്കും അച്ഛനും എല്ലാം അതിലൊരുപാട് വിഷമമുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് അതല്ല, ഇത്രയും ചെയ്തു കൂട്ടുന്ന ഒരാളെ ഇപ്പോഴും നിങ്ങൾക്ക് സഹിക്കുന്നുണ്ടല്ലോ. അയാൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ടല്ലോ. പകരം അയാൾ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാൻ പറ നിത്യ. അയാൾക്ക് ആവശ്യം ട്രീറ്റ്മെന്റാ. സാറ പ്ലീസ്. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. തന്റെ ലൈഫിനെ കുറിച്ച് ഓർത്ത് പറഞ്ഞതേ ഉള്ളൂ. അതെ ചേച്ചി, ഈ പറഞ്ഞതൊക്കെ ഓക്കെ. ഇപ്പൊ ചേച്ചിയുടെ തീരുമാനം എന്താ? ഈ ഫംഗ്ഷന് പോകുന്നുണ്ടോ അതോ ഇല്ലയോ? അവരത് കേട്ട് ചാടി നിൽക്കുക. മനുവിനുള്ള ഇൻവിറ്റേഷൻ സാറേച്ചിയുടെ ചെലവിലല്ല, ഡയറക്റ്റാ. ഓക്കെ, നിങ്ങൾക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? അയ്യോ സാറ, ഞങ്ങൾക്ക് ഇറങ്ങണം. ഇറങ്ങാൻ വരട്ടെ, എനിക്ക് നിത്യയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വാ വാ. ഹരി, ആ പുസ്തകങ്ങളൊന്നും നോക്കിയത് പോലും ഇല്ലല്ലോ. പുസ്തകങ്ങളോടോ എന്റെ വായനാശീലത്തോടുള്ള താല്പര്യം കൊണ്ടോ അല്ല സംയുക്ത അത് വാങ്ങിയതെന്ന് എനിക്കറിയാം. എങ്ങനെയെങ്കിലും എന്റെ മനസ്സിൽ ഇടം നേടുക, അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? എന്റെ മനസ്സ് ഞാൻ പകുത്തു കൊടുത്തിരിക്കുന്നത് 3 പേർക്കാ. ഒന്ന് അമ്മാവൻ, പിന്നെ വീണയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്, പിന്നൊന്ന് അവളാ. പേരറിയാതെ നാടറിയാതെ എന്നെ പ്രണയം കൊണ്ട് കീഴടക്കിയ ആ പെണ്ണ്, എന്റെ മനസ്സിലെ പ്രണയം മുഴുവൻ ഞാൻ സമർപ്പിച്ച ആ പെണ്ണ്. പ്രണയം എന്ന വാക്കിന് അല്പമെങ്കിലും മാന്യത സംയുക്ത കൽപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിലെ പ്രണയം തകർക്കാൻ സംയുക്ത ശ്രമിക്കരുത്. അതെന്റെ മനസ്സിൽ നിന്നും ആയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.